ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ചായ കുടിയുടെ ധൃതിയിലാണ് കേട്ടോ ഞാൻ. രാവിലെ ഒരു ചായ കുടിക്കുന്നത് എല്ലാവർക്കും ഒരു ആശ്വാസമാണല്ലേ. ചിലരങ്ങനെ കുടിക്കാത്തവരുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ ശീലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് രാവിലെ ചായ കുടി. കുഞ്ഞിലെയൊക്കെ പാലായിരുന്നു രാവിലെ കുടിക്കുന്നത്, നമുക്ക് കടയുണ്ടായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടനിലോട്ട് മാറി. പിന്നെ അതും കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് രാവിലെ ചായ കുടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ പിന്നെ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ കട്ടനൊക്കെ ആയിരിക്കും ഇട്ട് കുടിക്കുന്നത്. രാവിലെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുടുംബശ്രീയുടെ കണക്കുകളൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പെട്ടെന്ന് ജോലിയെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാനും ബീനയും അശ്വനിയും സ്നേഹയും കൂടെ അശ്വനിയുടെ വീട്ടിൽ ഇരുന്നാണ് കണക്കുകളെല്ലാം എഴുതിയത് കേട്ടോ. എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നേരെ തന്നെ വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് പെൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കേക്കിൻ്റേത്. അപ്പോൾ അതെല്ലാം ഈ ആഴ്ച തന്നെ ഒരു 2-3 കേക്കെങ്കിലും ഈ ആഴ്ച ഉണ്ടാക്കി മിസ്സിനെ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ എല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് കേക്ക് സ്പഞ്ച് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ ചായ ഇട്ടു, ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ തലേ ദിവസം അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. കണക്കെഴുതണം, സ്പഞ്ച് ഉണ്ടാക്കണം, വീട്ടിലെ ജോലി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വീട്ടിലെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നും ഒരുപാട് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ കേക്കിൻ്റെ ആവശ്യമുള്ള പാത്രങ്ങളും എല്ലാം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ കാപ്പി കുടിക്കാനിരുന്നു കേട്ടോ. ആ സമയത്ത് ബീനയും സ്നേഹയും അശ്വിനിയൊക്കെ വിളിച്ച് സംസാരിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളിരുന്നത്. അപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിലും നേരിട്ട് കണ്ടില്ല എങ്കിൽ പോലും ഞങ്ങളെ മിക്ക ദിവസങ്ങളും വീഡിയോ കോളൊക്കെ വിളിച്ച് കാണാറുണ്ട് കേട്ടോ. ആ ഒരു പ്രതീക്ഷയുണ്ട് എപ്പോഴും. നേരിട്ട് കണ്ടില്ലെങ്കിലും വീഡിയോ കോൾ വിളിച്ചൊക്കെ എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. എനിക്കെന്നല്ല, അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒന്നിൽ രാവിലെ ഇല്ലെങ്കിൽ രാത്രി ഞങ്ങൾ എപ്പോഴും ഒരു നേരം 4 പേരും കൂടി ഇരുന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത ജോലിയിലോട്ട് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അമ്മയും അച്ഛനൊക്കെ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം അവർ തിരിച്ച് ഉച്ചക്കട പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും കൂടെ ഉള്ള സമയത്താണെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. നമുക്കെപ്പോഴും വീട്ടിലെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറേ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 11-11:30 ആയ സമയത്ത് ഒരു മുന്തിരി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെയും എന്തൊക്കെയോ ജോലിയിലൊക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് എബി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വരാൻ ഇച്ചിരി വൈകി കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള ചോറെല്ലാം കോരി ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ഞാനും അശ്വനിയും കൂടെ നേരെ ബീനയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് എബി ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറേ നേരം വരെ ഇവിടെ ഇരുന്ന് കേട്ടോ. പാല് വാങ്ങിയ കുപ്പികളെല്ലാം അടുത്ത് തന്നെ പാല് വാങ്ങിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ സ്നേഹയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഞങ്ങളിങ്ങനെ പാലൊക്കെ വാങ്ങുന്ന കുപ്പി ഇങ്ങനെ കൊണ്ട് തൂക്കിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ടതിന് ശേഷം നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ കുറേ നേരം വരെ ഇരുന്നു. അപ്പോൾ സ്നേഹയുടെ അമ്മയും അനിയൻ്റെ വൈഫും മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. നല്ല സൂപ്പർ ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചു. ചായയും കുടിച്ച് അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കേട്ടോ. അതിനുശേഷം ഒരു പ്ലം തന്നിട്ടുണ്ടായിരുന്നു സ്നേഹ. പ്ലം എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് നല്ല മധുരവും പുളിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പ് കഴിക്കുമ്പം പുളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് നല്ല മധുരവും കൂടെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന അശ്വിനിയും ഉണ്ടായിരുന്നു കേട്ടോ. അശ്വിനി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളൊരു കടി കടിച്ചപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര പുളിപ്പായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കി ചിരിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇതിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടൻ ജോലിക്ക് പോകുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ മിക്ക ദിവസം രാവിലെ കതവ് തുറക്കുന്നത്. അല്ലാതെ അങ്ങനെ കഥക് തുറക്കാറുമില്ല. അപ്പോൾ കഥ തുറന്ന സമയത്ത് ഒരു ആത്തിച്ചക്ക നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് തന്നു. ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷം എബിയെ കൊണ്ടാക്കാനായിട്ട് ഞാൻ താഴോട്ട് പോയി. അപ്പോൾ അവനെയും കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ മുകളിലോട്ട് വന്നിട്ട് ഞാൻ ഇന്ന് അധികം താഴോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാലിന് നല്ല വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം പോയില്ല. അതുമല്ല അവൻ്റെ കൂടെ കുട്ടു ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടുവിനെ കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്
വേറൊരു ആളുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഞാൻ തീരെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാത്തത്. അവനെ ഞാൻ പകുതി ദൂരം വരെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ അവനെയും വെയിറ്റ് ചെയ്ത് സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. അവൻ പോകുന്നതും കണ്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം എപ്പോഴും ഒന്ന് വന്ന് കിടക്കും കേട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പിന്നീട് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് വന്ന് കിടക്കും. ഇതിപ്പോൾ അവനങ്ങ് താഴോട്ട് പോകുന്നതും എന്തോ 2-3 വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മാറി കിടപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കെന്തോ പിന്നെയും പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു തോന്നൽ. ഞാൻ എന്തോ വോയിസ് കൊടുത്തതോ അതോ വീഡിയോ എഡിറ്റ് ചെയ്തോ എന്തോ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ സ്നേഹയും കൂടെ നേരെ SBI ബാങ്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുടുംബശ്രീയുടെ ഓഡിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് വെക്കണം. കുടുംബശ്രീയുടെ നമ്മുടെ പാസ്ബുക്കിൻ്റെയും ലിങ്കേജിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സ്നേഹയും കൂടെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് ചന്തയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിക്കാനായിട്ട്. ഭയങ്കര വിലയാണ് കേട്ടോ. സാധാരണ പോലെയല്ല, ഇപ്പോൾ ഭയങ്കര റേറ്റാണ് മീനിനൊക്കെ. എന്നാലും നമുക്ക് മീൻ കഴിക്കാതെ പറ്റില്ലല്ലോ. ചേട്ടന് പ്രത്യേകിച്ച് മീൻ വേണം. ഞാൻ എബിയോ ആണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും മുട്ടയെങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ചേട്ടനാണെങ്കിൽ മീൻ തന്നെ വേണം. ചേട്ടനത് വേറെ എന്ത് കറിയില്ലെങ്കിലും മീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. അതുകൊണ്ട് തന്നെ കണവ മീനും വേറെ ഏതോ ഒരു മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ് എനിക്ക് ഓർമ്മയില്ല. അതെല്ലാം വാങ്ങി വന്നതിന് ശേഷം എബിയെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എബിക്ക് ഇന്ന് മുന്തിരിയും ആപ്പിളുമാണ് കൊടുത്തത്. ഞാൻ അതാണ് എടുത്ത് വെച്ചത് കേട്ടോ, മറന്നുപോയി കാണിക്കാനായിട്ട്. എബി പോയതിന് ശേഷം ഞാൻ പോയി കിടന്നങ്ങ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് എനിക്ക് ആ തലവേദന മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു കേട്ടോ. തല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, മേല് മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ജലദോഷം ഉണ്ടായിരുന്നു, തൊണ്ടവേദനയുണ്ടായിരുന്നു. അതുകൊണ്ടാണോന്നും അറിയില്ല, നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തല കുളിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം കുളിക്കാനായിട്ട് പോയി. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിന് ശേഷമാണ് ഞാൻ കുളിക്കാനായിട്ടും പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് പോകുന്നത്. ഇന്നത്തെ അല്ല, ഇത് 2-3 ദിവസത്തെ വ്ളോഗ് ഞാൻ ചേർത്ത് ഇട്ടതാണ്. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ മറന്നു പോകും. എടുത്തുകൊണ്ടിരുന്നാൽ പോലും ചില സമയത്ത് വീഡിയോ ഓണാക്കാതെ വെച്ച് ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് കുറേ ഓൺലൈൻ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് എബിയെ വിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തേക്ക് പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ പുലിയുടെ പടം വരുന്ന ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എബിക്ക് വാങ്ങിയ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ പാൻറ്റും അവന് 2 ഷർട്ടും കോംബോ ആയിട്ട് ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടും എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടും ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ അളവ് 12, 13 അല്ല 11, 12 ഞാൻ കൊടുത്തത്. പക്ഷേ നല്ല അളവ് വലുത് വേണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 14, 15 വരെയുള്ള അളവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.